ഹലോ, നമ്മളുടെ മൂന്നാമത്തെ എപ്പിസോഡാണല്ലോ ക്യൂബർനെറ്റ്സിൽ. അപ്പോൾ ഇതിന് മുന്നുള്ള 2 വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു സംസാരിച്ചു. അതായത് മോണോലിത്തിക്കിനെ കുറിച്ചും മൈക്രോ സർവീസസ്, ക്യൂബർനെറ്റ്സ് എന്താണ്, എന്തിനാണ്, ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചറും കോമ്പോണൻറ്റും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തൊട്ട മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് മാസ്റ്റർ വേഴ്സസ് വർക്കറിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എങ്ങനെ നമുക്കൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. നമുക്ക് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു ക്ലസ്റ്റർ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആർക്കിടെക്ചറും കോമ്പോണൻറ്റുകളും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലസ്റ്റർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്തിരുന്നു, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. നമ്മൾക്ക് എന്താണ് എൻ്റർപ്രൈസ് ലെവലുള്ള ടൂളുകൾ, ഓർക്കസ്ട്ര ഷെല്ലാണ്, ക്യൂബർനെറ്റ് സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ലെവലിലല്ല പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, മാനുവലി ഇപ്പോൾ ക്ലൗഡിൽ നിന്ന് AWS ആവാം, അതല്ല അസ്യൂർ. ഇപ്പോൾ AWSൽ എന്തുണ്ടായിരിക്കും, ഇലാസ്റ്റിക് ക്യൂബർനെറ്റ് സർവീസ് ഉണ്ട് അല്ലേ. ഇത് ക്യൂബർനെറ്റ് സർവീസാണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റർപ്രൈസ് ലെവലിലുള്ള. ഓക്കെ, ബട്ട് ഇതെന്താണ്, ഇത് മാനേജ്ഡ് സർവീസാണ്. ഓക്കെ, മാനേജ്ഡ് സർവീസ് മീൻസ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, പ്രൊവൈഡർ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന AWS ആണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ അതിലുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ കേസ് സർവീസ് നമ്മൾ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി നോഡുകളും കാര്യങ്ങളും ക്യൂബുലെറ്റും ക്യൂബ് പ്രോക്സി ഇങ്ങനെയൊന്നും നമ്മൾ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കാര്യങ്ങൾ മാനേജ്ഡ് ആയിരിക്കും, AWS മാനേജ് ചെയ്യും. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അതിലോട്ട് ഡിപ്ലോയ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ കൺസോളിൽ തന്നെ ഇങ്ങനെ എനേബിൾ ചെയ്ത് പോകാം. ബട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് മാനേജ്ഡ് സർവീസ് അല്ല. അതായത് മാനേജ്ഡ് സർവീസ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ വിട്ടുപോകും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ച പോലെ നമ്മുടെ ഈ ക്ലസ്റ്ററിൻ്റെ എൻ്റർ കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, മാനുവലി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് പറയുന്നതാണ് സെൽഫ് മാനേജ്ഡ്. ഓക്കെ, നമ്മൾ തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. ഓക്കെ, സെൽഫ് മാനേജ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം, സെൽഫ് മാനേജ്ഡ്. ഓക്കെ, അപ്പോൾ സെൽഫ് മാനേജ്ഡ് നമുക്ക് എങ്ങനെയൊക്കെ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മിനി ക്യൂബ്. ഓക്കെ, മിനി ക്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ടായിരിക്കും, കൈൻഡ് ക്ലസ്റ്റർ, മിനി ക്യൂബ് ക്ലസ്റ്റർ. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ടായിരിക്കും, ക്യൂബ് ADM ക്ലസ്റ്റർ. ഓക്കെ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ക്ലസ്റ്റർ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്യൂബ് ADM ക്ലസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ക്യൂബ് ADM ക്ലസ്റ്ററാണ് നമുക്ക് എന്ത് ഒരു പ്രൊഡക്ഷൻ ലെവലിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ഷൻ റെഡി ക്ലസ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്യൂബ് ADM രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷനിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മിനി ക്യൂബും കൈൻഡും എല്ലാം കാണുന്നുണ്ടല്ലേ. ഇതെല്ലാം ശരിക്കും നമ്മുടെ ലോക്കൽ മെഷീനിൽ അല്ലാണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ നമ്മൾക്ക് ക്ലൗഡിലൊക്കെ ഇതുപോലെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യൂബർനെറ്റ്സിൻ്റെ ചെറിയ രീതിയിലുള്ള ഓരോരോ സെറ്റപ്പുകളാണ് എന്ത് മിനി ക്യൂബ് എന്ന് പറയുന്നതും കൈൻഡ് എന്ന് പറയുന്നതൊക്കെ. ഒരിക്കലും നമ്മൾ മിനി ക്യൂബും കൈൻഡും ഒന്നും ഒരു പ്രൊഡക്ഷൻ ലെവലിൽ ചെയ്യത്തില്ല. ഓക്കെ, പ്രൊഡക്ഷൻ ലെവലിൽ നമ്മൾ ക്യൂബ് ADM അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ EKS, AKS അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ഷിഫ്റ്റ്. ഓക്കെ, ഇത്തരം രീതിയിലുള്ള ഹൈ ലെവല് ക്ലസ്റ്റർ സെറ്റപ്പുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യാം. ബട്ട് മിനി ക്യൂബ് എന്ന് പറയുന്നതും കൈൻഡ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് പഠിക്കാനും ടെസ്റ്റ് ചെയ്യാനും R&D ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ മിനി ക്യൂബും നമ്മൾ കൈൻഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മതി, ചെറിയ സെർവറുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിലൊന്നും ഡിഫറൻസ് ഇല്ല. അതായത് API സെർവർ ഉണ്ടായിരിക്കും, ETCD ഉണ്ടായിരിക്കും, ഷെഡ്യൂളർ ഉണ്ടായിരിക്കും, കൺട്രോൾ മാനേജറും ക്യൂബുലെറ്റും ക്യൂബ് പ്രോക്സി ഒക്കെ എവിടെ ഉണ്ടായിരിക്കും, മിനി ക്യൂബിലും കൈൻഡിലും ക്യൂബ് ADMലും എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന രീതികളിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മിനി ക്യൂബ് സെറ്റപ്പും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം,
കൈൻഡും അതുപോലെ ക്യൂബേഡിയം ഈ 3 ക്ലസ്റ്റർ സെറ്റപ്പ് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു EC2 മെഷീൻ ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, EC2 K8 സെർവർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെർവർ ഉബുണ്ടു എടുക്കുന്നുണ്ട്. OS ഉബുണ്ടു ആണ്. ഓക്കെ, T2 മൈക്രോക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കതിൽ കൈൻഡും മിനി ക്യൂബും എല്ലാ സെറ്റപ്പും ചെയ്ത് നോക്കാനുണ്ട്. മീഡിയം T2 ലാർജ് എടുക്കുന്നുണ്ട്. ഓക്കെ, T2 ലാർജ് കീ പെയർ ക്ലസ്റ്റർ കീ എന്ന് പറയുന്ന എൻ്റെ കയ്യിലുള്ളൊരു കീ പെയർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹലോ SSH HTTPS HTTP ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അപ് ടു 30 GB വരെ ഫ്രീ ആണ്, ഫ്രീ ടിയറിൽ വരുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് 30 GB തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ലോഞ്ച് ഇൻസ്റ്റൻസ്. ഓക്കെ, ഇത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കൈൻഡും മിനി ക്യൂബും ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അത് റണ്ണിങ് ആയി വരുമ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു പേര് പോലെ തന്നെ കൈൻഡ് മീൻസ് ക്യൂബർനെറ്റ്സ് ഇൻ ഡോക്കർ. ഓക്കെ, ഏത് പറയുന്നത് എന്താണ്, ക്യൂബർനെറ്റ്സ് ഇൻ ഡോക്കർ. ഓക്കെ, ഇതാണ് കൈൻഡിൻ്റെ ഒരു മീനിങ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഡോക്കറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂബർനെറ്റ്സ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്യൂബർനെറ്റ്സ് നമ്മൾ ഡോക്കറിലാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ക്യൂബർനെറ്റ്സ് ഇൻ ഡോക്കർ, നമ്മളൊരു ഡോക്കർ കണ്ടെയ്നർ ആയിട്ടാണ് ഈ ക്യൂബർനെറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഡോക്കറിൻ്റെ ഡ്രൈവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ കൈൻഡ് ക്ലസ്റ്റർ സെറ്റപ്പ് ചെയ്യുമ്പോൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ ടെസ്റ്റുകളും R&D ഒക്കെ ചെയ്യാനൊക്കെയാണ് നമ്മൾ കൈൻഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും പ്രൊഡക്ഷൻ ലെവലിലോട്ട് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ സെറ്റപ്പ് അല്ല ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൈൻഡൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെന്ത് മതി, അതിൻ്റെ മെമ്മറി ആയാലും കോറൊക്കെ അത് ചെറിയ രീതിയിൽ എടുക്കത്തുള്ളൂ, നമ്മൾ ഡോക്കർ ഡ്രൈവൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ EC2 മെഷീൻ T2 ലാർജ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെർവറിൻ്റെ IP ജസ്റ്റ് കോപ്പി ചെയ്തു. ഫസ്റ്റ് നെയിം കണക്ട് ടു ഹോസ്റ്റ് K8. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സെർവറിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ VS കോഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യുന്നുണ്ട്, SSH ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ സെർവറിലോട്ട് K8 സെർവർ എന്ന് പറയുന്ന സെർവറിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൈൻഡാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈൻഡ് ഇൻസ്റ്റാളേഷൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് കൈൻഡ് ക്യൂബർനെറ്റ്സ് ഉണ്ടോ, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാളിങ് ഫ്രം റിലീസ് ബൈനറീസ് കണ്ടോ, മാക്കിൽ എങ്ങനെ, വിൻഡോസിൽ എങ്ങനെ നമുക്ക് കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യാം, ലിനക്സിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിനക്സിൽ AMD 64 അല്ലാണ്ട് 86-64 ബിറ്റൊക്കെ എന്നുണ്ടെങ്കിൽ ARM 64 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ARMലാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക, ഈ ഒരു സിംഗിൾ ലൈൻ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതൊരു എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈന് വരുന്നത് ARM 64 പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ്. അതല്ല മാക് OS ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റൽ മാക് ഉള്ളവർ ഇത്, അതേപോലെ M1 ചിപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GitHub അക്കൗണ്ടിൽ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ റെപ്പോസിറ്ററീസ് ക്യൂബർനെറ്റ്സ് ഈ ഒരു റെപ്പോയിൽ വന്നു കഴിഞ്ഞാൽ കൈൻഡ് എന്ന ഈ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള,
അതായത് കൈൻഡ് ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്ത സെയിം കമാൻഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു SH ഒരു ഷെൽ സ്ക്രിപ്റ്റിലോട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തെന്നുള്ളൂ. കണ്ടോ, ഷബാങ് ബിൻ ബാഷ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫയലിലോട്ട് ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ലിനക്സിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഈ രീതിയിൽ പോകാം. അതല്ല നിങ്ങൾ മാക്കോസോ വിൻഡോസോ ഒക്കെ എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലസ്റ്ററിൻ്റെ അകത്തോട്ട് ലോഗിൻ ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കൈൻഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഇവിടെ ഉണ്ട്. അതുപോലെ മിനി ക്യൂബ് ഇൻസ്റ്റാളേഷൻ നോക്കിക്കഴിഞ്ഞാൽ മിനി ക്യൂബ് സ്റ്റാർട്ട് ഇവിടെ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനി ക്യൂബ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ഡോക്യുമെൻറ്റേഷൻ, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എല്ലാതും ഇപ്പോൾ ഗിറ്റാബിലോട്ട് നമ്മുടെ റെപ്പോസിറ്ററിലോട്ട് ക്യൂബേഡിയം സെറ്റപ്പ് ആയാലും മിനി ക്യൂബ് സെറ്റപ്പ് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ കമാൻഡുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ മിനി ക്യൂബ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല മാക്ഓഎസിലാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു കമാൻഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻഡോസ് OSൽ ഒരു മിനി ക്യൂബ് സെറ്റപ്പിൽ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ മിനി ക്യൂബിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, കൈൻഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിറ്റാബ് റെപ്പോയിൽ വന്നു കഴിഞ്ഞാൽ കൈൻഡ് കണ്ടോ മിനി ക്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനി ക്യൂബിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, നമ്മുടെ സെർവർ എന്തായിട്ടുണ്ട്, അപ്പായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു സുഡോ apt get അപ്ഡേറ്റ് അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സെയിം കമാൻഡ് കാര്യങ്ങളാണ് ഞാനൊരു SH ഫയലിലോട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് അത് കോപ്പി ചെയ്തു. ഇതൊന്ന് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, mkdir കൈൻഡ് എന്ന പേരിൽ ഞാൻ ഒരു ഡയറക്ടറി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ kind.sh. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിത് ജസ്റ്റ് chmod എക്സിക്യൂട്ടബിൾ ആക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, റിസീവഡ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ട കമാൻഡുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഒരു SH ഫയൽ ഞാൻ ജസ്റ്റ് കൊണ്ടുപോയി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കാണാം കൈൻഡ് ആൻഡ് kubectl സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ്. അതായത് ഞാൻ ഈ ഫയലിൽ എന്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇത് കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു കമാൻഡ് കാര്യങ്ങൾ, അതായത് ഇവിടെ കിടക്കുന്ന ഈ ഒരു ലൈനും ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സെയിം ഫയലിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, kubectl എന്ന് പറയുന്ന ടൂളും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. kubectl നമുക്കറിയാം അല്ലേ, ക്ലസ്റ്ററുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൂള്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമാണ്. ജസ്റ്റ് kubectl ഇൻസ്റ്റാൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഇൻസ്റ്റാൾ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതും കാണാം. കണ്ടോ, ഇൻസ്റ്റാൾ kubectl ഓൺ ലിനക്സ്, അതിനുള്ള കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സെയിം കാര്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ SH ഫയലിൽ അല്ലാണ്ട് സ്ക്രിപ്റ്റിൽ ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫയൽ റൺ ചെയ്തതോട് കൂടിയിട്ട് kubectലും കൈൻഡും എന്ത് ചെയ്തു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. കൈൻഡ് കണ്ടോ, കൈൻഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. കൈൻഡ് വേർഷൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കണ്ടോ, കൈൻഡ് 3026.0 എന്ന് പറയുന്ന വേർഷൻ എന്ത് ചെയ്തു, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. സെയിം വേ kubectലും ഇൻസ്റ്റാൾഡ് ആയോ നോക്കാം. കണ്ടോ, kubectലും നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. kubectl വേർഷൻ എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. കണ്ടോ, ക്ലയൻറ്റ് വേർഷൻ കാര്യങ്ങൾ യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ, കണ്ടോ ക്ലയൻറ്റ് വേർഷൻ കാണുന്നുണ്ട്, കസ്റ്റമൈസ് വേർഷൻ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൈൻഡും kubectലും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഡോക്കറും കൂടെ വേണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ kubectl ഉപയോഗിച്ചിട്ട് kubectl get nodes. ഓക്കെ, ഇതൊരു കമാൻഡാണ്. നമ്മൾ പറഞ്ഞു ക്ലസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് kubectl, ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ് അല്ലേ. അപ്പോൾ എൻ്റെ ക്ലസ്റ്ററിൽ എത്ര നോഡ് ഉണ്ട്
നോഡ് മീൻസ് നമുക്കറിയാം സെർവർ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരുന്നത്, എററാണ് വരുന്നത്. അപ്പോൾ ഈ എറർ വരാൻ കാരണം എന്താ, കുഡിൻ ഗെറ്റ് സെർവർ API. കണ്ടോ, നമ്മുടെ API സെർവർ ഒന്നും പുള്ളിക്കാരന് റീച്ചബിൾ അല്ല, കണക്ഷൻ റിഫ്യൂസ്ഡ് ആണ് കാണിക്കുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് കുബർനെറ്റ്സ് ഇൻ ഡോക്കർ. നമ്മൾ എന്ത് ചെയ്യണം, ഡോക്കറും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോക്കർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, sudo apt get install docker.io. ഡോക്കർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്കറിനും നമുക്കറിയാം എന്ത്, നമ്മുടെ യൂസറിന് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ. നമുക്കൊരു തവണയും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡോക്കർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ സെയിം യൂസ് ചെയ്ത ക്യൂബ്സിറ്റിൽ ഗെറ്റ് നോട്ട്സ്, വീണ്ടും നമുക്ക് എന്താണ്, എററാണ് വരുന്നത്. ഓക്കെ, ഡോക്കർ PS ഇവിടെ നമുക്ക് എന്താണ്, കമാൻഡ് എക്സിക്യൂട്ട്, ഡോക്കർ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഡോക്കർ ഡീമനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് sudo യൂസർ മോഡ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഉബുണ്ടു എന്ന് പറയുന്ന യൂസറിന് ഡോക്കർ ഡീമനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ കൊടുക്കണം. -AG ഡോക്കർ എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് നമ്മളുടെ ഉബുണ്ടു എന്ന് പറയുന്ന യൂസറിന് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, അല്ലാണ്ട് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ന്യൂ GRP ഡോക്കറിൻ്റെ ആ ഒരു ഗ്രൂപ്പ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഡോക്കർ PS എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എറർ കാര്യങ്ങളൊന്നും വരുന്നില്ല, എക്സിക്യൂട്ടബിൾ ആണ്. റൈറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, kubectl get nodes നമുക്ക് നമ്മളുടെ ക്ലസ്റ്ററുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് എന്താ വരുന്നത്, എററാണല്ലോ വരുന്നത്. ഇതിൽ നമുക്ക് എറർ കിട്ടാനുള്ള കാരണം എന്താ, നമ്മളിപ്പോൾ കൈൻഡും kubectl മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് മാസ്റ്റർ നോഡ് എത്ര വേണം, വർക്കർ നോഡ് എത്ര വേണം, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കോൺഫിഗർ ചെയ്തിട്ടില്ല അല്ലേ. ബാക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ കൈൻഡ് ഓൺ ലിനക്സ് താഴെ വന്നു കഴിഞ്ഞാൽ മൾട്ടി നോഡ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്, ഇതുപോലെ ഒരു ക്ലസ്റ്റർ കൈൻഡിന് വേണ്ട കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്തു, kubectlൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അതിൽ എത്ര മാസ്റ്റർ നോഡ് വേണം, വർക്കർ നോഡ് വേണം, ഈ കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, YAML ഫോർമാറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ YAML ഫോർമാറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതുന്നത് കീ അതിൻ്റെ വാല്യൂ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, കൈൻഡ് ക്ലസ്റ്റർ അതിൻ്റെ API വെർഷൻ നോഡ്സ് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു YAML ഫോർമാറ്റിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരാം, ഞാനിവിടെ vi config.yml. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, കൈൻഡ് എന്താണ്, ക്ലസ്റ്റർ അല്ലേ, കൈൻഡ് ക്ലസ്റ്റർ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ API വേർഷൻ. ഓക്കെ, കൈൻഡിൻ്റെ API വേർഷൻ നമുക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്കറിയാം നമ്മുടെ API അല്ലേ, ഓൾമോസ്റ്റ് നമ്മളുടെ ഇവിടെ കണ്ട കേട്ടോ ക്യൂബ് API സെർവർ, അതായത് ഈ APIയുടെ വേർഷൻ നമുക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വേർഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൈൻഡിൽ വന്നു കഴിഞ്ഞാൽ കൈൻഡിൻ്റെ വേർഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കണ്ടോ v-alpha 4 ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് കൊടുക്കാം. ഈ കൈൻഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൾട്ടി നോഡ് സെറ്റപ്പ് കാണാം. ക്രിയേറ്റിംഗ് എ ക്ലസ്റ്റർ, interacting with your cluster, deleting a cluster. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഇമേജസ്, അഡ്വാൻസ്ഡ് കണ്ടോ, കൈൻഡ് ക്ലസ്റ്റർ, API വേർഷൻ, നോഡ്സ് കണ്ടോ. ഏത് രീതിയിലാണ് മൾട്ടി നോഡ് ക്ലസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷനുണ്ട്. നമ്മൾ പലപ്പോഴും ഇത്തരം ഡോക്യുമെൻറ്റേഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഒരു ഫോർമാറ്റിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് പെറുക്കിയെടുക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. ഇവിടെ കണ്ടാരം 3 നോഡ് 2 വർക്കർ ക്ലസ്റ്റർ കോൺഫിഗറേഷൻ കണ്ടോ. ഇവിടെ ഒരെണ്ണം എന്താണ്, കൺട്രോൾ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മാസ്റ്റർ നോഡിനെയാണ്. ഓക്കെ, 2 വർക്കർ നോഡ് ഈ രീതിയിൽ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്റർ വിത്ത് 3 കൺട്രോൾ പ്ലെയിൻ നോഡ് 3 വർക്കർ, അതിനുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാപ്പിംഗ് പോർട്ട് മാപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു YAML ഫോർമാറ്റിൽ ഒരു കോൺഫിഗറേഷൻ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ API വെർഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അതിവിടെ പേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നോഡ്സ്. ഓക്കെ, നോഡ്സിന് എന്ത് ചെയ്യണം, റോള് കൊടുക്കണം. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വന്ന് കഴിഞ്ഞാൽ കണ്ടോ, റോള് എന്താണ്, കൺട്രോൾ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലെയിൻ എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. വർക്കർ ആണെന്നുണ്ടെങ്കിൽ വർക്കർ എന്ന് മെൻഷൻ ചെയ്യണം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റോൾ എന്താണ്, കൺട്രോൾ പ്ലെയിൻ. നമുക്കൊരു കൺട്രോൾ പ്ലെയിൻ മതി അല്ലേ, ആ ഒരു കൺട്രോൾ പ്ലെയിൻ ഞാനവിടെ മെൻഷൻ ചെയ്തു. അടുത്തത് നമുക്കറിയാം കൈൻഡ് എന്താണ്, ഡോക്കർ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ പ്ലെയിനിന് വേണ്ട ഇമേജ് ഞാൻ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇമേജ് ഡോക്യുമെൻറ്റേഷൻ വന്നാൽ കാണാം, ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജ് കിട്ടുന്നത് ഡോക്കർ ഹബിൽ വന്നു കഴിഞ്ഞാൽ ഡോക്കർ ഹബിൽ എന്തുണ്ടായിരിക്കും, കൈൻഡിൻ്റെ ലേറ്റസ്റ്റ് ഇമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൈൻഡസ്റ്റ് നോഡ് v1 321 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കൈൻഡസ്റ്റ് നോഡ് കണ്ടോ, കൈൻഡസ്റ്റ് ഉണ്ട്, കൈൻഡസ്റ്റ് നോഡ്. ഓക്കെ, ഡോക്കർ പുൾ കൈൻഡസ്റ്റ് നോഡ് ടാഗ് വന്നു കഴിഞ്ഞാൽ കേട്ടോ, v1 ഡോക്കർ പുൾ കൈൻഡസ്റ്റ് നോഡ് v1 32.1 സെയിം വേർഷൻ തന്നെയാണ് ഞാനും ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, കൈൻഡസ്റ്റ് ആ ഒരു വെർഷൻ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും വർക്കർ നോഡ് ക്രിയേറ്റ് ചെയ്യണം അല്ല. അപ്പോൾ ഞാനിവിടെ വർക്കർ എന്ന് കൊടുത്തു. അതിൻ്റെ ഇമേജ് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്താ കൊടുക്കുന്നത്, സെയിം ഇമേജാണ് കൊടുക്കുന്നത്, കൈൻഡസ്റ്റ് നോഡ് വെർഷൻ 1. ഓക്കെ, ഇങ്ങനെ എത്ര വർക്കർ നോഡ് വേണം, എത്ര മാസ്റ്റർ നോഡ് വേണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ YAML ഫോർമാറ്റിൽ പറഞ്ഞു. കണ്ടോ, കൈൻഡ് ഇത് നമ്മളുടെ കൈൻഡിൻ്റെ കൈൻഡ് അല്ല കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ മാനിഫെസ്റ്റ് ഫയലും YAML ഫയലൊക്കെ എഴുതുമ്പോൾ കൈൻഡ്, അതായത് ഏത് ടൈപ്പാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. കൈൻഡ് ക്ലസ്റ്റർ ടൈപ്പ്. ഓക്കെ, അതിൻ്റെ API വെർഷൻ പറഞ്ഞു കൊടുത്തു. നോഡ്സ് എത്ര നോഡുകൾ വേണം, അത് നമ്മൾ റോൾ എന്നുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഫസ്റ്റ് റോളിൽ കൺട്രോൾ പ്ലെയിൻ കൊടുത്തു, ആ കൺട്രോൾ പ്ലെയിൻ യൂസ് ചെയ്യേണ്ട ഇമേജ് പറഞ്ഞു കൊടുത്തു, വർക്കർ പറഞ്ഞു കൊടുത്തു, വർക്കർ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം, ഇതിനുള്ള ഇമേജ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിൻ്റെ ഇമേജ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ പ്ലെയിനും 2 വർക്കർ നോഡും എന്ത് ചെയ്യും, നമ്മുടെ ക്ലയൻറ്റ് ക്ലസ്റ്ററിൽ ഉണ്ടായിരിക്കും അല്ലേ. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം നോഡുകളൊക്കെ എന്താണ്, ഡോക്കർ കണ്ടെയ്നേഴ്സ് ആണ് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇമേജ് കൊടുത്തത്. കൺട്രോൾ പ്ലെയിൻ ആയാലും ഒരു ഡോക്കർ ഇമേജ് ആണ് അല്ല, ഒക്കെ ഡോക്കർ കണ്ടെയ്നറാണ്. കൈൻഡ് ക്യൂബർനെറ്റ്സ് ഇൻ ഡോക്കർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്കർ കണ്ടെയ്നറിന് നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ സെർവറിലെ ലോക്കൽ ഹോസ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോർട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം പോർട്ട് മാപ്പിങ്ങും ബൈൻഡിങ്ങും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോർട്ട് ദ ഹോസ്റ്റ് മെഷീൻ കണ്ടോ, ഹോസ്റ്റ് മെഷീനുമായിട്ട് മാപ്പ് ചെയ്യാനുള്ള പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം സംഭവം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, എക്സ്ട്രാ പോർട്ട് മാപ്പിംഗ്. അതിൻ്റെ താഴെ കണ്ടെയ്നറിൻ്റെ പോർട്ട് 80 നമ്മുടെ ഹോസ്റ്റ് മെഷീൻ്റെ 80യുമായിട്ട് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. യൂസ് ചെയ്യേണ്ട പ്രോട്ടോക്കോൾ TCP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ആ കാര്യങ്ങൾ ഞാനിത് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിൽ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇത്രയും മതി. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ kubectl ക്രിയേറ്റ് ക്ലസ്റ്റർ. ഓക്കെ, ക്ലസ്റ്ററിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പേര് കൊടുക്കാം. മൈ കൈൻഡ് ക്ലസ്റ്റർ എന്ന് ഞാൻ പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം, -config. ഓക്കെ, ഈ ഒരു ഫ്ലാഗ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ അല്ലേ, config.yaml. സെയിം പേര് തന്നെ config.yaml. ഇതെല്ലാം നമ്മൾക്ക് നമ്മളുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവേ, മുകളിലോട്ട് വന്നാൽ
ഡിലീറ്റിംഗ് ക്ലസ്റ്റർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം കണ്ടോ, ക്ലസ്റ്റർ ഇൻഫോ, കൈൻഡ് ക്രിയേറ്റ് ക്ലസ്റ്റർ ഡിഫോൾട്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. സെയിം ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. സോറി, നമ്മളിവിടെ kubectl അല്ല കൊടുക്കേണ്ടത്, കൈൻഡ് ക്രിയേറ്റ് ക്ലസ്റ്റർ. ഓക്കെ, കൈൻഡ് ക്രിയേറ്റ് ക്ലസ്റ്റർ. ഞാൻ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മളുടെ ക്ലസ്റ്റർ, നമ്മുടെ വർക്കർ നോഡും മാസ്റ്റർ നോഡും കൺട്രോൾ പ്ലെയിനും ഒക്കെ ക്രിയേറ്റ് ആവാൻ പോവുകയാണ്. നമ്മുടെ ഈ config.yml നമ്മൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇവിടെ നോക്കിയാൽ അറിയാം, എൻഷുറിങ് നോഡ് ഇമേജ്, അതായത് നമ്മൾ അതിൽ പറഞ്ഞു കൊടുത്ത നോഡ് ഇമേജ് കൈൻഡസ്റ്റ് നോഡ് v1.321 എന്ന് പറയുന്ന ആ ഒരു നോഡ് ഇമേജ് എന്ത് ചെയ്യാണ്, മേ ബി ഡോക്കർ ഹബ് നിന്ന് പുൾ ചെയ്ത് കൊണ്ടുവരാൻ. പ്രിപ്പയറിങ് നോഡ്സ്, നമ്മളുടെ ഒരു കൺട്രോൾ പ്ലെയിനും 2 വർക്കർ നോഡുകളാണ് പറഞ്ഞു കൊടുത്തത്. അതായത് കൺട്രോൾ പ്ലെയിൻ മീൻസ് മാസ്റ്റർ നോഡ്, ഒരു മാസ്റ്റർ നോഡും 2 വർക്കർ നോഡും, അതിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൈറ്റ് ഇൻ കോൺഫിഗറേഷൻ, അതിന് വേണ്ട കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, സ്റ്റാർട്ടിങ് കൺട്രോൾ പ്ലെയിൻ, ഇവിടെ പ്രിപ്പയർ ചെയ്ത നമ്മുടെ നോട്ട്സിലെ കൺട്രോൾ പ്ലെയിൻ ഇവിടെ എന്താവുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാളിങ് CNI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ മാസ്റ്റർ നോഡും വർക്കർ നോഡും തമ്മിൽ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ്. ഇതൊക്കെ അവിടെ മാനുവലി ക്രിയേറ്റ് ആവുന്നുണ്ട്, സോറി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളിങ് സ്റ്റോറേജ് ക്ലാസ്, നമ്മളുടെ സ്റ്റോറേജിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജോയിനിങ് വർക്കർ നോഡ്സ്, അതായത് നമ്മുടെ വർക്കർ നോഡും കൺട്രോൾ മാസ്റ്റർ നോഡും എന്തായിട്ടുണ്ട്, ജോയിൻ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, യു ക്യാൻ നൗ യൂസ് യുവർ ക്ലസ്റ്റർ വിത്ത് kubectl ക്ലസ്റ്റർ ഇൻഫോ കോണ്ടെക്സ്റ്റ് കൈൻഡ് മൈ കൈൻഡ് ക്ലസ്റ്റർ. ഇതാണ് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ പേര്. ഓക്കെ, നോട്ട് ഷുവർ വാട്ട് ടു ഡു നെക്സ്റ്റ്, ചെക്ക് ഔട്ട് HTTP. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു കമാൻഡ് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്തു, സ്ക്രീൻ ക്ലിയർ ചെയ്തു. kubectl ക്ലസ്റ്റർ -info -context. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കാണാം ക്യൂബർനെറ്റ്സ് കൺട്രോൾ പ്ലെയിൻ ഈസ് റണ്ണിങ്. നമ്മുടെ കൺട്രോൾ പ്ലെയിൻ ഇപ്പോൾ എന്താണ്, റണ്ണിങ് ആണ്. നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ ഈ ഒരു പോർട്ടൽ റണ്ണിങ് ആണ്. ഓക്കെ, ഫർദർ ഡീബഗ് ഡയലോഗ്സ് യൂസ് kubectl ക്ലസ്റ്റർ ഇൻഫോ ഡംപ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ക്ലസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. kubectl ഗെറ്റ് നോഡ്സ്. കണ്ടോ, നമുക്കിപ്പോൾ നമ്മളുടെ ക്ലസ്റ്ററിൽ എത്ര നോഡ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ പേര്. ക്ലസ്റ്ററിൻ്റെ പേര് നമ്മൾ കൊടുത്ത് ചെറിയൊരു മാറ്റം വന്നുകൊണ്ട് കുറച്ച് ഒരു ലെങ്തി നെയിമായി പോയി. മൈ കൈൻഡ് ക്ലസ്റ്റർ എന്നാണ്. ഓക്കെ, മൈ കൈൻഡ് ക്ലസ്റ്റർ. കണ്ടോ, കൺട്രോൾ പ്ലെയിൻ ഒരെണ്ണം എന്താണ്, റെഡി സ്റ്റാറ്റസ് ആണ്. വർക്കർ നോഡ് ഒരെണ്ണം ഉണ്ട്, ഇത് രണ്ടാമത്തെ വർക്കർ നോഡ്. കണ്ടോ, എല്ലാതും എന്താണ്, റെഡിയാണ് അല്ലേ, അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ റെഡിയാണ്. റൂൾസിൽ കൺട്രോൾ പ്ലെയിൻ ആണ്, വർക്കർ നോഡുകളാണ് ഇത് രണ്ടെണ്ണം. 80 സെക്കൻഡ് ആകോ 69 സെക്കൻഡ് ആകോ ഇതൊക്കെ ക്രിയേറ്റ് ആയി, അതിൻ്റെ വേർഷന് കാര്യങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു കൈൻഡ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ ഇതൊക്കെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാതും നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതായത് ക്യൂബ്ലെറ്റും ക്യൂപ്രോക്സിയും API സെർവറൊന്നും നമ്മളല്ല കൊടുത്തത് അല്ലേ. കുറേ കാര്യങ്ങൾ അവിടെ ബാക്ക് എൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും API വേർഷനും എത്ര നോഡ് വേണം, എത്ര കൺട്രോൾ പ്ലെയിൻ വേണം, എത്ര വർക്കർ നോഡ് വേണം എന്നൊക്കെ നമ്മൾ config.yaml നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനനുസരിച്ച് നമ്മൾക്കൊരു കൈൻഡ് ക്ലസ്റ്റർ ഇവിടെ എന്തായി, അവൈലബിൾ ആയി. റൈറ്റ്, kubectl ഗെറ്റ് നോഡ്സ്, അതുപോലെ kubectl എത്ര പോഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഗെറ്റ് പോഡ്സ്. ആസ് ഓഫ് നോ ഡോക്കർ കണ്ടെയ്നർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. kubectl ഗെറ്റ് -all. kubectlൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. kubectl ഗെറ്റ് -all ഇതിലില്ലേ, ഓൾ കണ്ടോ, സർവീസ് ക്യൂബർനെറ്റ്സ് ക്ലസ്റ്റർ IP അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കൈൻഡ് ക്ലസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തു. ഇതുപോലെ നമുക്ക് വേണമെന്നുണ്ട് എന്ത് ചെയ്യാം, ഈ ക്ലസ്റ്റർ ഡിലീറ്റ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. ഓക്കെ, മറ്റൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, mkdir മിനിക്യൂബ്, cd മിനിക്യൂബ്. നമുക്ക് എന്ത് ചെയ്യാം, മിനിക്യൂബും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ മിനിക്യൂബ് ഇൻസ്റ്റാളേഷന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. കണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുണ്ട്. സെയിം നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ മിനിക്യൂബിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, മിനിക്യൂബ് ഇൻസ്റ്റാളേഷൻ ഓൺ ലിനക്സ്. ഓൾറെഡി നമ്മൾ ഡോക്കർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം കൂടുതലായിട്ടില്ല. കണ്ടോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്തു.
കണ്ടോ സുഡോ ഇൻസ്റ്റാൾ മിനി ക്യൂബ് നമ്മൾ കേൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അതിന് പുതിയൊരു ലേറ്റസ്റ്റ് റിലീസ്. അത് കഴിഞ്ഞിട്ട് സുഡോ ഇൻസ്റ്റാൾ മിനി ക്യൂബ് ലിനക്സ് AMD 64 കണ്ടോ. AMD 64 ആണ് നമ്മളിവിടെ കേൾ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന്. അതിനുശേഷം നമ്മൾ സുഡോ ഇൻസ്റ്റാൾ മിനി ക്യൂബ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അത് എക്സിക്യൂട്ടബിൾ ആവാൻ നമ്മളുടെ യൂസർ ലോക്കൽ ബിൻ, അതായത് നമ്മുടെ യൂസർ ബൈനറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ എൻ്റർ അടിച്ചു. മിനി ക്യൂബ് ഇൻസ്റ്റാളേഷനും അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിനി ക്യൂബ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മിനി ക്യൂബ്. ഓക്കെ, മിനി ക്യൂബ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മിനി ക്യൂബ് ക്ലസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മിനി ക്യൂബ് സ്റ്റാർട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടാകും. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രൈവറൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഡോക്കർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ വിർച്വൽ മെഷീന് നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്തു. കണ്ടോ, മിനി ക്യൂബ് V1 35.0 ഓൺ ഉബുണ്ടു യൂസിങ് ദ ഡോക്കർ ഡ്രൈവർ ബേസ്ഡ് ഓൺ യുവർ കോൺഫിഗറേഷൻ. നമ്മുടെ മിനി ക്യൂബ് ക്ലസ്റ്ററും സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും നമ്മൾ നമ്മളുടെ ഒരു സെയിം സെർവറിലാണ് ചെയ്യുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള സ്പേസസ് മതി. അതായത് ഇതൊക്കെ ഒരു ചെറിയ ലെവലുള്ള ക്ലസ്റ്റർ സെറ്റപ്പുകളാണ്. ഓക്കെ, യൂസിങ് ഡോക്കർ ഡ്രൈവർ ഉണ്ടോ, പുള്ളിങ് ബേസ് ഇമേജ്, അതിൻ്റെ ബേസ് ഇമേജ് പുൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ചെറിയ രീതിയിലുള്ള ടൈം എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലസ്റ്റർ കൈൻഡ് നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ ക്യൂബ്സിറ്റിൽ ഉപയോഗിച്ചിട്ട് മിനി ക്യൂബ് ക്ലസ്റ്ററുമായിട്ടൊക്കെ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ബട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഡിപ്ലോയ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ക്ലസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണ്. മിനി ക്യൂബ് എന്താണ്, കൈൻഡ് എന്താണ്. ഓക്കെ, ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ക്യൂബ് ADM സെറ്റപ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്ലസ്റ്റർ, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്കിംഗ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെ ചെയ്തു നോക്കാമെന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ മിനി ക്യൂബ് അല്ലാണ്ട് കൈൻഡൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചെറിയ മെമ്മറിയും അതുപോലെ റാം കാര്യങ്ങളൊക്കെ മതി, CPU ഒക്കെ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണ്, AWS എടുത്ത ഒരു EC2 അല്ലേ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലോക്കൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ മിനി ക്യൂബും ഇവിടെ കണ്ടോ, ഡൺ. ക്യൂബ്സിറ്റിയിൽ ഇസ് നോ കോൺഫിഗർഡ് ടു യൂസ് മിനി ക്യൂബ് ക്ലസ്റ്റർ ആൻഡ് ഡിഫോൾട്ട് നെയിം സ്പേസ് ബൈ ഡിഫോൾട്ട്. കണ്ടോ, പ്രിപ്പയറിംഗ് ക്യൂബർനെറ്റ്സ്, ജനറേറ്റിംഗ് സർട്ടിഫിക്കറ്റ്, ബൂട്ടിംഗ് അപ്പ് കൺട്രോൾ പ്ലെയിന്, വെരിഫൈങ് ക്യൂബർനെറ്റ്സ് കമ്പോണൻസ് യൂസിങ് ഇമേജ്. കണ്ടോ, ആ മിനി ക്യൂബ് കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തു, ഇൻസ്റ്റാളേഷൻ നടന്നു. ഓക്കെ, താഴെ ഇവിടെ കൊടുത്തതും കൂടെ നോക്കണേ. ക്യൂബ്സിറ്റിയിൽ ഈസ് നൗ കോൺഫിഗർഡ് ടു യൂസ് മിനി ക്യൂബ്. അതെന്ത് ഇങ്ങനെ പറഞ്ഞത്, അതായത് നമുക്കറിയാം ഓൾറെഡി ക്യൂബ്സിറ്റിയിൽ ഇൻസ്റ്റാൾഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ കൈൻഡും ഇൻസ്റ്റാൾഡ് ആണ്. ക്യൂബ്സിറ്റിയിൽ ഗെറ്റ് നോഡ്സ് എന്ന കമാൻഡ് ഞാൻ ഇനി റൺ ചെയ്യുമ്പോൾ കൈൻഡ് ക്ലസ്റ്ററിൻ്റെ ഇൻഫർമേഷൻ ആണോ എനിക്ക് കാണിച്ചു തരിക, അല്ല മിനി ക്യൂബിൻ്റെ ഇൻഫർമേഷൻ ആണോ എനിക്ക് ലിസ്റ്റ് ചെയ്ത് തരിക? അതൊരു കൺഫ്യൂഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്യൂബ്സിറ്റിയിൽ ഈസ് നൗ കോൺഫിഗർഡ് ടു യൂസ് മിനി ക്യൂബ്. അതായത് ക്യൂബ്സിറ്റിയിൽ ഇപ്പോൾ മിനി ക്യൂബിലോട്ടാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മിനി ക്യൂബിൻ്റെ അകത്തുള്ള നോഡുകളും കാര്യങ്ങളൊക്കെയാണ് കാണുക. മിനി ക്യൂബിൽ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ പ്ലെയിന് മാത്രമേ ഉള്ളൂ അല്ലേ. 68 സെക്കൻഡ് മുന്നേ ക്രിയേറ്റ് ചെയ്ത മിനി ക്യൂബിൽ കൺട്രോൾ പ്ലെയിനുള്ളൂ. ഇതിൽ വർക്കറിനോടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വർക്കറിനോടൊന്നും നമ്മൾ അങ്ങനെ എക്സ്പ്ലിസിറ്റി നമ്മൾ മെൻഷൻ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൈൻഡിൽ ചെയ്ത പോലെ ഒരു കോൺഫിഗറേഷൻ ഫയലൊന്നും നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ പ്ലെയിൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ക്യൂബ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ സെറ്റപ്പാണ്. ഓക്കെ, മിനി ക്യൂബ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്ഷൻ ലെവൽ സെറ്റപ്പ് അല്ല, ഒരു ലോക്കൽ സെറ്റപ്പാണ്. ഓക്കെ, നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംഗിൾ നോഡ് സെറ്റപ്പാണ്. സിംഗിൾ നോഡ് ക്ലസ്റ്റർ സെറ്റപ്പ്. അതായത് ഇതിൽ മാസ്റ്റർ നോഡും വർക്കർ നോഡും എന്നൊക്കെ പറഞ്ഞ് രണ്ട് കാറ്റഗറി ഓഫ് നോഡുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല.
ഇതിലാകെ ഒരു നോഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും പ്രൊഡക്ഷനിൽ സപ്പോർട്ടല്ല, നമുക്ക് പഠിക്കാനും R&D ചെയ്യാനൊക്കെ ഉള്ള ഒരു ലോക്കൽ സെറ്റപ്പ്. ഓക്കെ, അതായത് കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്ന ഒറ്റ സെർവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൺട്രോൾ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു വിർച്വൽ മെഷീൻ. ഓക്കെ, ഈ വിർച്വൽ മെഷീന് തന്നെയാണ് മാസ്റ്റർ നോഡായിട്ടും അതുപോലെ വർക്കർ നോഡൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പുള്ളിക്കാരനാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. സിംഗിൾ നോഡ് ക്ലസ്റ്റർ സെറ്റപ്പാണ് എന്ത് മിനി ക്യൂബ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ കൺട്രോൾ പ്ലെയിൻ മാത്രം കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കൈൻഡിൻ്റെ ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുക? കൈൻഡും ഓൾമോസ്റ്റ് ഇതിൽ തന്നെയാണ്, ഈ സെർവർ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഗെറ്റ് നോട്ട്സ് അടിച്ചു കഴിഞ്ഞാലും ഗെറ്റ് പോർട്സ് അടിച്ചു കഴിഞ്ഞാലും എന്ത് ഇൻഫർമേഷൻ അടിച്ചു കഴിഞ്ഞാലും ഗെറ്റ് ഐഫൺ ഓൾ അടിച്ചു കഴിഞ്ഞാൽ ഓൾ അടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മിനി ക്യൂബിൻ്റെ ആണ്. അപ്പം ഇനി നമുക്ക് കൈൻഡിൻ്റെ എങ്ങനെ, അതായത് ഡിഫോൾട്ട് എന്ത് ചെയ്തു ഓവർ റൈഡ് ചെയ്തിട്ട് ക്യൂബ് സിറ്റിയിൽ ഇപ്പോൾ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് മിനി ക്യൂബിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിനി ക്യൂബിൻ്റെ ഇൻഫർമേഷൻ മാത്രം കിട്ടുന്നത്. നമുക്ക് കൈൻഡുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്യൂബ് സിറ്റിയിൽ ഇപ്പോൾ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് മിനി ക്യൂബിലോട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്തിട്ട് കൈൻഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈൻഡിൽ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് CTL ഗെറ്റ് നോട്ട്സ്. ഓക്കെ, ഗെറ്റ് നോട്ട്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഐഫൺ നമ്മുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കൈൻഡ് ക്ലസ്റ്ററിൻ്റെ പേര് എന്തായിരുന്നു, മൈ കൈൻഡ് ക്ലസ്റ്റർ അല്ലേ. മൈ കൈൻഡ് ക്ലസ്റ്റർ അല്ല, നമുക്കറിയാം മൈ കൈൻഡ് ക്ലസ്റ്റർ. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ കൈൻഡ് ക്ലസ്റ്ററിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടി അല്ലേ. ഞാനിവിടെ ക്യൂബ് CTL ഗെറ്റ് നോട്ട്സ് മാത്രം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മിനി ക്യൂബിൻ്റെ ഇൻഫർമേഷനും കിട്ടും. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ ക്ലസ്റ്ററിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് ക്യൂബ് CTL കൈൻഡിലോട്ട് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് ക്യൂബ് CTL കോൺഫിഗ് യൂസ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, യൂസ് കോണ്ടെക്സ്റ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ പേര് കൊടുക്കാം, മൈ കൈൻഡ് ക്ലസ്റ്റർ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിഫോൾട്ട് നമ്മുടെ ക്യൂബ് CTL നമ്മുടെ കൈൻഡ് ക്ലസ്റ്ററിലോട്ട് തന്നെ പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് കണ്ടോ, സ്വിച്ച് ടു കോണ്ടെക്സ്റ്റ് മൈ കൈൻഡ് ക്ലസ്റ്റർ. ഇനി നമുക്ക് ക്യൂബ് CTL ഗെറ്റ് നോട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കൈൻഡ് ക്ലസ്റ്ററിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ മിനി ക്യൂബ് സെറ്റപ്പും അതുപോലെ കൈൻഡ് സെറ്റപ്പും അതിൽ കുറച്ച് കമാൻഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ റൺ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ കൈൻഡ് നമുക്ക് പ്രൊഡക്ഷൻ ലെവലിലല്ല എന്നുണ്ടെങ്കിലും മിനി ക്യൂബും കൈൻഡും ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കൺട്രോൾ പ്ലെയിനും അല്ലാണ്ട് സിംഗിൾ ക്ലസ്റ്റർ സെറ്റപ്പാണ് മിനി ക്യൂബ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇതിലുള്ള കോമ്പോണൻറ്റുകളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ക്യൂബ് CTLും ഇത്തരം കമാൻഡുകളും സ്വിച്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ഹ്യൂജ് സെറ്റപ്പ് ക്യൂബ് ADM ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ലെവൽ ക്ലസ്റ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. ഓരോ കോമ്പോണൻറ്റും നമുക്ക് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ക്ലസ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, അതുമായിട്ട് കാണാം.